കല്യാണം കഴിക്കണോ വേണ്ടേ എന്ന് ആലോചിച്ചതിലേറെ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കുഞ്ഞ് വേണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ചാണ്. കാരണം ഈ വരുന്നത് നമ്മുടെ ജീനാണ്. നമ്മൾ സാധാരണ പറയും ഒഴിഞ്ഞ ഒരു പാത്രം പോലെയാണ് ഒരു കുഞ്ഞ് എന്നൊക്കെ പറയും, ഒരു ബ്ലാങ്ക് പേപ്പറാണ് എന്നൊക്കെ പറയും. അല്ല, ഒരു കുഞ്ഞും ബ്ലാങ്ക് പേപ്പർ അല്ല. എത്രയോ കണക്കിന് തലമുറകളുടെ ജീനും കൊണ്ടാണ് ഒരു കുഞ്ഞ് ഈ ലോകത്തേക്ക് ജനിക്കുന്നത്. ബ്ലാങ്ക് പേപ്പർ അല്ല, ശൂന്യമായൊരു പേപ്പർ അല്ല. അത്രയേറെ നിറഞ്ഞു വരുന്നൊരു കുഞ്ഞാണ്, അത്രയേറെ ഇന്റലക്ച്വൽ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഒരു ഇൻഡിവിജ്വലാ വരുന്നത്, ഇൻഡിവിജ്വലാ. ഇന്ന് നമ്മുടെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഒരു ഇൻഡിവിജ്വലിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കും. എങ്കിലേ ആ കുട്ടിക്ക് നമ്മുടെ സംസാരം അല്ലെങ്കിൽ നമുക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ ഒരു കുഞ്ഞിന് ഉമ്മ കൊടുക്കാറുള്ളത് എങ്ങനെയാ? ഉമ്മ കൊടുക്കുമ്പോൾ കുഞ്ഞ് ഇങ്ങോട്ട് വരുന്നില്ല, നമ്മൾ അങ്ങോട്ട് പോവുക ചെയ്യുക. നമ്മളിങ്ങനെ കുനിഞ്ഞ് ആ കുഞ്ഞിനോളം താഴ്ന്ന് ആണ് ആ കുട്ടിക്ക് ഉമ്മ കൊടുക്കുക. കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ. ആ കുട്ടിയെ അത്രയേറെ അറിഞ്ഞ് ആ കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആവശ്യമായൊരു ഗ്രാമർ മനസ്സിലാക്കിയിട്ട് മാത്രമായിരിക്കും കുട്ടികളോട് സംസാരിച്ചാൽ അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. ഇന്നത്തെ കുട്ടികൾ ഇൻഡിവിജ്വലാണ്. പണ്ടത്തെ കുട്ടികൾ വെറും കുട്ടികളായിരുന്നെങ്കിൽ ഇന്നത്തെ കുട്ടികൾ ഇൻഡിവിജ്വലാണ്. അവരോരോ വ്യക്തികളാണ്. എല്ലാ അർത്ഥത്തിലും അവർക്ക് സ്വന്തമായൊരു ഐഡന്റിറ്റി ഉള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങളുള്ളത്. കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും മനുഷ്യന്മാർക്ക്. അതാണ് മനുഷ്യനെയാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് പഠിച്ചവൻ പറഞ്ഞത്. അതുകൊണ്ടാ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ കൂടെ ഉണ്ട്, ശ്വാസമുണ്ട് എന്നുള്ളത് തന്നെയാണ് മനുഷ്യനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ആ മനുഷ്യനെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. നമുക്കുള്ള മനുഷ്യന്മാരെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. അത് കൂടെ ഉണ്ടാവണമെന്നൊന്നുമില്ല. അന്നത്തെ കാലത്ത് ഒരു വിരൽത്തുമ്പിന്റെ അപ്പുറത്ത് ഒരുണ്ട്. അതാ ആ മനുഷ്യനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. റസൂലുള്ളാഹിയുടെ പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം റസൂലുള്ള വിചാരിച്ചത് പ്രവാചകനായപ്പോൾ നാട്ടുകാരൊക്കെ സ്വീകരിക്കുന്ന, കാരണം നാട്ടുകാരൊക്കെ സ്വീകരിക്കുന്നുണ്ട്, ഓൾറെഡി സ്വീകരിക്കുന്നില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളല്ലേ? അൽ അമീൻ എന്നാ വിളിക്കണ, വിശ്വസ്തൻ. ആ വിശ്വസ്തൻ ഒരു കാര്യം വന്ന് പറയുമ്പോൾ നാട്ടുകാർ വിശ്വസിക്കൂലേ? ഉറപ്പല്ലേ? പക്ഷെ എന്താ സംഭവിച്ചത്? ആരും വിശ്വസിച്ചില്ല. കുറച്ചാൾ മാത്രം വിശ്വസിച്ചു, ബാക്കിയുള്ളവരൊക്കെ കൈവിട്ടു. അതിനെക്കുറിച്ചാണ് പറയണേ. ഫലഅല്ലക ബാഖിഉ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫ. മാന്ന് വിളിച്ചിട്ട് കയറി ചെല്ലാൻ ഇപ്പൊ ഒരു വീടില്ല. മാന്ന് വിളിച്ച് കയറി ചെന്ന സമയത്ത് ആ ഉമ്മയെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചിരുന്നോ എന്നുള്ളതിൽ ഇപ്പൊ കുറ്റബോധം വരുന്നു. വീട്ടിലേക്ക് പോകാതെ എത്രയോ ദിവസങ്ങൾ കോളേജിൽ വെറുതെ നിന്നിരുന്നു. വീട്ടിൽ പോയാൽ മതിയായിരുന്നു, ഉമ്മന്റെ കൂടെ കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു. നേരത്തെ അവര് പറഞ്ഞതുപോലെ ഉമ്മയുടെ മടിയിൽ കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു. ഇതെന്തിനാ നിങ്ങളോട് പറയണറിയോ? നിങ്ങൾക്കിതിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സ്വർഗമാണ്. ഉമ്മാന്റെ കാലിനടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? ഉമ്മാന്റെ കാലിന്റെ അടി പോലും അത്രയും വിലയുള്ളതാണ്. ഉമ്മാന്റെ കാലിന്റെ അടി പോലും. അപ്പം മുഴുവൻ എത്രയിരിക്കും? ഉമ്മാന്റെ കാലിന്റെ അടി സ്വർഗമാണ് എന്ന് പറഞ്ഞാൽ എന്താ? കാലിന്റെ അടി പോലും അത്രയും വലുതാണ്, അത്രയും വാല്യുബിൾ ആണ്, പ്രഷ്യസ് ആണ്. അപ്പം മുഴുവനും എത്രയായിരിക്കും? നമ്മളെ കൈവിട്ടാൽ, നമ്മളെ കൂടെ നിൽക്കാതായാൽ, നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സമാധാനം ഇല്ലാതായാൽ നമ്മളും ആഗ്രഹിക്കും മരിച്ചാൽ മതിയായിരുന്നു, വേണ്ടായിരുന്നു ഇതൊന്നും എന്നല്ലേ ആഗ്രഹിക്കുക. അതുകൊണ്ട് ആത്യന്തികമായി എന്താ വേണ്ടത്? സമാധാനം.
അതിന് ഇപ്പം നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാരെ പൊന്നുപോലെ നോക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള വഴി. നമ്മുടെ ഒരു ഗുരുവുണ്ട്, ഒരു സ്വാമിജിയാണ്. സ്വാമിജി ഇങ്ങനെ പറയും, ഇവിടെ തിരുവില്ലാമലയില്ല മരിച്ചു സമാധിയായി സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് എന്നാണ്, വലിയ മനുഷ്യൻ, വൈദ്യനായിരുന്നു. അപ്പോൾ സ്വാമിജി പറയും, ഈ ശമ്പളം കിട്ടിയാൽ അതിൽ നിന്ന് എന്തെങ്കിലും വാപ്പയ്ക്ക് നിർബന്ധമായിട്ടും കൊടുക്കണം, വാപ്പയ്ക്ക് നിർബന്ധമായിട്ടും കൊടുക്കണം, ഉമ്മക്കൊന്നും കൊടുക്കണ്ട, ഉമ്മക്കൊന്നും കൊടുക്കണ്ട. നിന്റെ ശമ്പളം ബാക്കിയുള്ളത് മുഴുവൻ ഉമ്മാൻ്റെ കാലിൻ്റെ അടുത്ത് വെക്കുക. എൻ്റെ ഉമ്മ അതിൽ നിന്ന് എന്തെങ്കിലും തന്നാൽ അത് നീ എടുത്താൽ മതി, നിനക്ക് അതിനുള്ള അവകാശമില്ല, ബാക്കിയൊക്കെ ഉമ്മാക്കുള്ളത്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയല്ല, ആ സ്വർഗം എത്ര വലുതാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോഴേ, നാട് മലപ്പുറം ജില്ലയിലെ കുറേ അറ്റത്താണ്. കാളികാവ് എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് പൂങ്ങോട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. എപ്പോഴൊന്നും പോകാറില്ല, ഇടയ്ക്കൊക്കെ പോകും, ഫോണിൽ കൂടുതലും ബന്ധപ്പെടും. അപ്പോൾ ഇപ്പം ഈ അടുത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നാട്ടിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മുടെ വാപ്പയുടെ അനുജനുണ്ട്, എളാപ്പ എന്ന് വിളിക്കുക, കുഞ്ഞളാപ്പ എന്നാണ് വിളിക്കുക. ഈ കുഞ്ഞളാപ്പയെ കാണാനാണ് മിക്കവാറും നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ കുഞ്ഞളാപ്പയെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് പിരിയണ സമയത്ത് കുഞ്ഞളാപ്പ എന്നെ ഇങ്ങനെ നോക്കും. അതെന്തിനാണെന്നറിയോ? ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് കുഞ്ഞളാപ്പൻ്റെ ഇവിടെ ഇങ്ങനെ ഉമ്മ കൊടുക്കാറുണ്ട്. മുമ്പൊന്നും അങ്ങനെ ചെയ്യാറില്ല, ഈ അടുത്താ ചെയ്ത് അങ്ങനെ ചെയ്യാനിങ്ങനെ തോന്നി, അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു മടി വരുമല്ലോ. അപ്പോൾ ആൾക്കാരുടെ അടിയിൽ നിന്ന് അത് ചെയ്യാനൊരു മടി വരുമ്പോൾ കുഞ്ഞളാപ്പ ഇങ്ങനെ നോക്കുന്നേ, അത് വേണം. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, ഇതെന്താണ് സംഭവം, ഇതെന്താ സംഭവം എന്നറിയോ? വാപ്പാക്ക് അങ്ങനെ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. വാപ്പയോട് എപ്പോഴും ഒരു അകലായിരുന്നു, വാപ്പക്ക് സലാം പോലും കൊടുത്തില്ല, അങ്ങനെ കൈ കൊടുക്കാൻ പോലും ഉള്ളൊരു ധൈര്യമില്ലായിരുന്നു. വാപ്പയോട് ചെയ്യാൻ പറ്റാതെ പോയതുണ്ടല്ലോ, അത് കുഞ്ഞളാപ്പയോട് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു. കുഞ്ഞളാപ്പ അതിങ്ങനെ കാത്തിരിക്കുന്നത് പോലെ തോന്നുന്നു.